ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ എന്താണ് അപ്പൊ ഇവിടെ ഈ റോമാ ലേഖനം എഴുതുമ്പോൾ റോമാ സഭയിലുള്ള വിശ്വാസികൾക്ക് എഴുതുന്നത്. അവർ യഹൂദ മതത്തിൽ നിന്നും യഹൂദ മതാനുസാരികൾ ഇവർ കൂടുതലും ഇവര് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് യേശുക്രിസ്തുവോട് ചേർന്നു. അപ്പം സ്നാനമേറ്റപ്പോൾ എന്ത് കിട്ടി? പരിശുദ്ധാത്മാവിനെ കിട്ടി. ഇവർ വിശുദ്ധന്മാരായിട്ട് തീർന്നു. അല്ലെങ്കിൽ ഈ റോമാലേഖനം 6-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്ന സ്നാനത്താല് അതിപ്പോൾ എടുക്കേണ്ടത് ഞാൻ ഓടിച്ച് വായിച്ച് കേൾപ്പിക്കാം. ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക ഒരു നാൾ വരിക. പാപസംബന്ധമായിട്ട് മരിച്ചവരായ നാം ഇനി. അപ്പൊ ഈ റോമസഭയിലുള്ളവരെന്താണ്? പാപി അല്ല, ഇപ്പോ പാപസംബന്ധമായിട്ട് മരിച്ചവരാ. എങ്ങനെ മരിച്ചു? അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ റോമാ ലേഖനമുള്ള ലേഖനങ്ങള് അപ്പോസ്തലന്മാർ എഴുതുമ്പോൾ വിശുദ്ധന്മാർക്ക് എഴുതുന്നു. ഈ റോമാലേഖനം 1-ാം അധ്യായം നോക്കി ആർക്ക് എഴുതുന്നത് നമുക്ക് നോക്കാമല്ലോ. അപ്പൊ നിങ്ങൾ പാപികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ളതല്ല ഈ ലേഖനം. ഇതിനകത്ത് വചനം എടുത്തു വെച്ചിട്ട് നമ്മൾ ആനന്ദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലത്തില്ല. അതിന്റെ 1-ാം വാക്യം ഞാൻ വായിക്കാം, 1-ഉം 2. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായിരിക്കുന്ന പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. അപ്പൊ ഇപ്പൊ ഈ സഭയിലിരിക്കുന്ന ഒരു പാപികളാണോ വിശുദ്ധന്മാരാണോ? അല്ല, ഇപ്പം വിശുദ്ധന്മാരാ. ഇതിപ്പോ വിശുദ്ധന്മാർക്കാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, സഭ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ശരീരമല്ലേ? അതെ. യേശുക്രിസ്തു പാപിയോ വിശുദ്ധനോ? വിശുദ്ധൻ. യേശുക്രിസ്തു വിശുദ്ധനാണെങ്കിൽ അവന്റെ ശരീരവും വിശുദ്ധന്മാരുടെ കൂട്ടമല്ലേ? പാപികളുടെ കൂട്ടം എങ്ങനെ സഭയാകുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉൾപ്പെടെ നിങ്ങളായിരിക്കുന്ന ക്രിസ്തീയ മതവിശ്വാസം നിങ്ങൾ പാപികളായിരിക്കുന്നുണ്ട്. കർത്താവിന്റെ ശരീരവുമായിട്ട് ഒരു ബന്ധവും നിങ്ങൾക്കില്ല. കാരണം കർത്താവ് വിശുദ്ധനാണെങ്കിൽ ശരീരവും വിശുദ്ധരായിരിക്കണം.